തള്ളല്ല കേട്ടോട്ടോ. അപ്പൊ നമ്മൾ വന്നത് നിങ്ങൾക്കറിയാലോ എന്തിനാണ് പറയും, അഴകിയുടെ ലോഞ്ചിങ്ങിന് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളോട് ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? നിങ്ങൾക്കറിയാലോ, നിങ്ങളല്ലേ ഇത് എല്ലായിടത്തും എത്തിക്കുന്ന ആൾക്കാർ. ഇവിടെ കേരളത്തില് നിങ്ങളല്ലേ അടക്കി ഭരിക്കുന്ന, നിങ്ങളെന്നല്ലേ ഇത് തള്ളല്ലേ കേട്ടോട്ടോ. ഞങ്ങളെല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ എന്തായാലും അഴകിയുടെ ലോഞ്ചിങ്ങിന് വന്നോണ്ട് ഞങ്ങളോട് കാര്യം പറയാം. അഴകിയുടെ ആ പ്രൊഡക്റ്റ് ഓയിൽ വേറെ വൈപ്പാണ്. കാരണം അതിനിപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അനുസിത്താര ഒരു ഓയിലിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അറിയാലോ, അത് 6 മാസത്തോളം ഇതാക്കി. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടതാണ്. ഉമ്മാനെ വിളിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ഉമ്മ പറഞ്ഞു ഇനി ഉപയോഗിച്ചതിന് ശേഷം പറയാൻ പറഞ്ഞു. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനത് ഉപയോഗിച്ചു, കുടുംബങ്ങൾക്ക് കൊടുത്തു, നാട്ടുകാർക്ക് കൊടുത്തു. അതിന് ശേഷം അത് നല്ലൊരു റിസൾട്ടായി. ആ റിസൾട്ട് കൊണ്ട് തന്നെ ഇപ്പോൾ UAE സംബന്ധിച്ച് GCC ഭാഗങ്ങളിലൊക്കെ ഒരു നെസ്റ്റോ അതുപോലെ ലുലു മറ്റുള്ള പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടാസ്ക്കാണ്. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാതെ അത് നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർമാർ അത് ഏറ്റെടുക്കില്ല. പക്ഷെ അത് നല്ല രീതിയിൽ എടുത്തു. അതൊക്കെ ആ ഉമ്മാൻ്റെ ഒരു കഴിവ് തന്നെ കേട്ടോ. ഉമ്മാൻ്റെ ആ ഉമ്മ പറയുന്ന വാക്കുകൾ തന്നെയാണ്. എൻ്റെ മോന് എനിക്കറിയാം അയ്മന് അതിപ്പോൾ ആ ഉമ്മ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റിനെ അവരെ കുടുംബങ്ങൾക്ക്, മകൾക്കും മകനും വേണ്ടി ഇട്ട് കൊടുത്ത് സാധാരണക്കാർക്കൊക്കെ ഇത് കൊടുത്ത് ഇന്ന് അത് എത്തിപ്പെട്ടത് എവിടെയാണ്? ഇപ്പം ഞാനിരിക്കുന്ന പെങ്ങളൊക്കെ മുന്നിൽ ഇപ്പം നമ്മളെല്ലാവരും എത്ര ആൾക്കാർ ഇപ്പം ഒന്ന് വന്നു, അത് അതിലൊരു വിശ്വസ്ത ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത്? ഇങ്ങനൊരു ഓയിൽ വരുമ്പോൾ ഇഷ്ടംപോലെ ഓയിൽസുകൾ ഇങ്ങനെ ഹെയർ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പം അഴകി എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അഴകി വ്യത്യസ്തമാകുന്നത് അത് ഉപയോഗിച്ച ആൾക്കാർ തന്നെ. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് തന്നെ ഉണ്ടാവും, അത് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും ചില ഓയിലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറക്കം കിട്ടും. പക്ഷേ ഇത് നമുക്ക് ഉറങ്ങുന്നത് ഒരു 10-20 മിനിറ്റ് മുന്നേ നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട്. പ്രവാസ ലോകത്ത് പിന്നെ പല രീതിയിലാണ് വെള്ളത്തിൻ്റെത്. മുടി കൊഴിച്ചിലുണ്ടാവും, താരുണ്ടാവും, അതുപോലെ തന്നെ അകാല നില മാറാത്തത്. പക്ഷെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരും ഇങ്ങനെ റിസൾട്ട് മറ്റുള്ളവർ മൗത്ത് പബ്ലിസിറ്റിയാണ് ആദ്യം ഇത് കൊടുത്തിരുന്നത്. ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാവരും ആൾക്കാരുടെ സപ്പോർട്ട് ഇത് വലിയൊരു ഇതിൽ. ഇനിയും അതിൻ്റെ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ചിങ് ആയി കഴിഞ്ഞു. ഹെയർ ഷാമ്പു, പിന്നെ ബോഡി ഷാമ്പു ഇതൊക്കെ ഇറങ്ങി തുടങ്ങി. എന്തായാലും പിന്നെ വമ്പിച്ച വിജയമാണത്. അതായത് ഇപ്പം മെൻസിനും വുമൻസിനും അങ്ങനെ സെപ്പറേറ്റ് ആണോ പ്രോഡക്റ്റ്? അതിൽ ഉമ്മ പറഞ്ഞിട്ടുള്ളത് ഓയിൽ ക്ലൈമറ്റിനെ കുറിച്ചിട്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതായത് UAE വേറെ ക്ലൈമറ്റാണ്, അവിടേക്ക് ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ്, നാട്ടിലുണ്ടാക്കുന്ന വേറെ. ഇവിടുത്തെ പ്രൊഡക്റ്റ് ഇവിടെ ഉപയോഗിക്കാനും അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് അവിടെ ഉണ്ടാക്കാനാണ്. അത് വ്യത്യസ്തമായിട്ട് ചിലവരുടെ ഉമ്മ പ്രത്യേകിച്ച് പറയും. കാരണം വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ആൾക്കാരോട് ഫാമിലിനോട് കുറച്ചൊരു ഫാമിലി മേടിച്ചിട്ട് അവരുടെ ഹസ്ബൻഡ് ഉണ്ടാവും, അല്ല ഉപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ അമ്മ ആരെങ്കിലും ഫാമിലികൾ അവിടെ ഉണ്ടാവും. അങ്ങോട്ട് കൊടുത്തയക്കാതിരിക്കാൻ വേണ്ടി ഉമ്മ പറയും അവിടേക്ക് വേറെയാണ്, അത് അവിടുന്ന് ലുലുന്നോ അതല്ലെങ്കിൽ നെസ്റ്റോന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് പറയും. കേരളത്തിൽ UAE മറ്റു രാജ്യങ്ങൾക്ക് ഇപ്പോൾ നല്ല റെസ്പോൺസ് ചെയ്ത് വരുന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എത്രത്തോളം സക്സസ്ഫുൾ റേറ്റ് നോക്കിയാലോ, അതിൻ്റെ മാർക്കറ്റിംഗ് നോക്കിയാലോ എത്രത്തോളം സാധ്യതകൾ ഉണ്ടാകും? എത്രത്തോളം കേരളത്തിൽ എത്രത്തോളം സാധ്യതകൾ ഉണ്ടാകും? കേരളത്തിൽ നല്ല സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെ ഇപ്പോൾ വിജയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അനുസിത്താര അതിന് ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കുന്നത്. ഇനിയും പിന്നെ നമ്മളിത് വളർന്നുകൊണ്ടേയിരിക്കും. അതായത് ഓരോ പ്രൊഡക്റ്റ് പാർട്ടായിട്ട് കൊണ്ട് ഇമ്മതിനെ ഓരോ ഇതായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇപ്പം നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പു തേച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ 4 മണി 5 മണി കഴിഞ്ഞാൽ നമ്മളെ മുടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ആ സമയത്ത് നമ്മളൊന്ന് മുഖം ഒന്ന് കഴിച്ചിട്ട് ക്രീം നമ്മുടെ തലയിൽ തന്നെ ഉണ്ടാവും. ഒന്നുകൂടി ഒന്നുകൂടി ആ വെള്ളം കൊണ്ട് ഒന്നുകൂടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ റീഫ്രഷ് ആയി ഒന്ന് കുളിച്ച മട്ടിലായിരിക്കും. അനുസിത്താര ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുസിത്താര എന്ന് പിന്നെ ഉമ്മ പറഞ്ഞ പാട്ട് ഞാൻ ഒരിക്കലും അല്ല. അത് ഉമ്മ സാധാരണക്കാരാണ്. എന്നോട് പറഞ്ഞു മോനെ നമ്മളെ ബ്രാൻഡ് അംബാസഡറായിട്ട് ആരെ വരുന്നറിയാം. എനിക്ക് ആരാണ് ഉമ്മാരെ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ ഇങ്ങനൊരു നടിയെ കൊണ്ടുവരുന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ദുബായിലാണ്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞാൽ അനുസിത്താരയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിക്ചർ വിട്ടുകൊടുത്തു. അനുസിത്താര ഉമ്മ ഇയാൾ തന്നെയാണോ?
ആ അതന്നെയാണ്. പക്ഷെ അപ്പൊ അമ്മ വിളിക്കുന്നതൊക്കെ ചിലപ്പോൾ പേരാവില്ല, ഷോർട്ടാണ് വിളിക്കുക, അനു. അപ്പൊ നിങ്ങളുടെ പേര് ഇപ്പൊ എന്താ ഷോർട്ട് പേര്, അതിൻ്റെ ഒരു ഷോർട്ട് പേരാണ് വിളിക്കുക. കാരണം അനു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അനുസിത്താൻ ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ലൊരു പിന്നെ ആളെ തന്നെ ചൂസ് ചെയ്തു.